നമ്മളാരെങ്കിലും മരിച്ചു പോയാൽ പടം പോയിട്ട് ഒരു വട്ടി പോലും അവിടെ നിർത്തുക. ഇതൊക്കെ കണ്ടും കൊണ്ടും ഇരുന്നാൽ മതിയോ? ഇത് കേട്ടിട്ട് നമ്മൾ കൈ അടിച്ചാൽ മതിയോ? കരണക്കുറ്റിക്കിട്ട് അടിക്കാൻ നമുക്ക് സഹായിക്കണ്ടേ? അല്ലെങ്കിൽ ഈ കൈ എന്തിനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ സ്ഥിതി എന്തിനാണ്? എന്തുകൊണ്ട് നമ്മളെല്ലാം ഒന്നിക്കേണ്ടി വന്നു? ഭൂരിപക്ഷ സമുദായം ഒന്നിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ആരെ? നിങ്ങൾ ചെറുതായിട്ട് ആലോചിച്ച് നോക്കും. നമ്മളെ തൊട്ട BJP, സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് ഈ ഉമ്മാക്കി കാണിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കാൻ നമ്മൾ നല്ല അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. ആൺപിള്ളേരോ വോട്ട് കൊടുത്ത് ആൺപിള്ളേർ ഭരിക്കുന്നത്. ഈ വായു നോക്കിയവർക്ക് അത് സാധിക്കാതെ പോയെങ്കിൽ നമ്മളാണ് ഉത്തരവാദി. ഇപ്പോൾ വായു വരലോട്ടിരിക്കുക കാണാൻ അണ്ടി പറഞ്ഞോട്ട് അത് നമ്മളാണ്. എത്ര ആളുണ്ട് അവിടെ ചെന്നിട്ട് വീഡിയോ കൊടുക്കാനോ മേടിക്കാൻ പറ്റിയ? കോൺഗ്രസ് തന്നെ മൊത്തം വിരലുള്ളൂ. അതും 5-6 പോയത് വിടുന്നുകൊണ്ടാണ്. അതല്ലെങ്കിൽ അഖിലേന്ത്യാ ലെവലിൽ ആരുമല്ല. ഇവർ ഈ ആദർശം പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. മൻമോഹൻ സിംഗ് ഭരിച്ചിരിക്കുന്ന കാലത്ത് അവിടെ ആരായിരുന്നു സ്പീക്കർ? സോമനാഥ് ചാറ്റർജി ആയിരുന്നു പോളിംഗ് ബ്യൂറോ മെമ്പർ. ഇവിടെ കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും കൂടെ 8 തൂത്തും. അവിടെ സുഖം. അവരെന്താ ഒറ്റ ഗ്രൂപ്പിൽ നിന്ന് ഒന്നിച്ച് കഴിക്കും. ഒരു തർക്കമില്ല. സോമനാഥ് ചാറ്റർജി അവിടെ സ്പീക്കർ.